ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഭരണഘടനാ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഹമാര സംവിധാൻ ഹമാര സമ്മാൻ പരിപാടിക്ക് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. രാജ്യത്തെയും സമൂഹത്തെയും മികച്ചതാക്കി മാറ്റുന്നതിൽ ഓരോ പെൺകുട്ടിയും വലിയ പങ്ക് വഹിക്കുന്നതായി ദേശീയ ബാലികാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. 1500 കർഷകർ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കമാകും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം സെമിഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. ഭാരതത്തെ ലോകത്തിനു മുന്നിൽ പുതിയ കാഴ്ചപ്പാടോടെ അവതരിപ്പിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലം അവസരമൊരുക്കിയതായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ഹമാര സംവിധാൻ ഹമാര സമ്മാൻ പ്രചാരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭരണഘടനാ മൂല്യങ്ങൾ സംബന്ധിച്ച പ്രതിജ്ഞാബദ്ധത സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. രാജ്യത്തിന്റെ ജനാധിപത്യ യാത്രയിൽ അർത്ഥപൂർണമായ സംഭാവനകൾ നൽകാൻ ജനങ്ങളെ ശാക്തീകരിക്കുക എന്ന ഉദ്ദേശവും പ്രചാരണ പരിപാടിക്കുണ്ട്. Amritkaal has been utilized as a great occasion to remember those who made us proud Indians. Our heroes of freedom, the list is long. Look at the way we have put our Bharat on global platform. We have rediscovered our Bharat emotively, nationally. സബ്കോ ന്യായ് ഹർ ഘർ ന്യായ്, നവഭാരത് നവ്സങ്കൽപ്, വിധി ജാഗൃതി അഭിയാൻ എന്നിവയാണ് ഹമാര സംവിധാൻ ഹമാര സമ്മാൻ പരിപാടിയുടെ പ്രമേയം. ഗ്രാമീണ സംരംഭകരിലൂടെയും പൊതുസേവന കേന്ദ്രങ്ങളിലൂടെയും ഗ്രാമീണ ജനതയെ സബ്കോ ന്യായ് പ്രതിജ്ഞയെടുപ്പിക്കുക, നിയമസേവനങ്ങളെക്കുറിച്ച് അറിവ് പകരുക എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നവഭാരത് നവ്സങ്കൽപ് പ്രമേയം അടിസ്ഥാനമാക്കി പഞ്ചപ്രാൺ പ്രതിജ്ഞയും ക്യാമ്പയിന്റെ ഭാഗമായി പൌരന്മാർ ഏറ്റുചൊല്ലും. ജനങ്ങളുടെ ഭരണഘടനാ സംബന്ധമായ അറിവ് പരിശോധിക്കുന്നതിനുള്ള പരിപാടികളും ഹമാര സംവിധാൻ ഹമാര സമ്മാനിലൂടെ നടക്കും. നിയമോപദേശവും നിയമസഹായങ്ങളും നൽകുന്നതിനുള്ള ന്യായ് സേതു ഏകീകൃത ഇന്റർഫേസിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ദേശീയ ബാലികാ ദിനത്തിൽ പെൺകുട്ടികളുടെ അജയ്യമായ ചൈതന്യത്തെയും നേട്ടങ്ങളെയും പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ബാലികയും വിവിധ മേഖലകളിൽ പ്രദർശിപ്പിക്കുന്ന സമ്പന്നമായ കഴിവുകൾ രാജ്യം തിരിച്ചറിയുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെയും സമൂഹത്തെയും മികച്ചതാക്കി മാറ്റുന്നതിൽ ഓരോ പെൺകുട്ടിയും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ബാലികമാർക്ക് പഠിക്കാനും വളരാനും അഭിവൃദ്ധി പ്രാപിക്കാനും സാധിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേന്ദ്ര സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. 75ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. വികസിത ഭാരതം പ്രമേയമാക്കി ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ മറ്റന്നാൾ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നാരീശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യത്തെ 1500 കർഷകർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. വിവിധ കേന്ദ്ര പദ്ധതികളിലൂടെ മികച്ച നേട്ടം കൈവരിച്ചവർ, ISROയിലെ വനിതാ ശാസ്ത്രജ്ഞർ, യോഗ അധ്യാപകർ, വിവിധ കായികമേളകളിലെ ജേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയും പരേഡ് വീക്ഷിക്കുന്നതിനായി ക്ഷണിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇക്കുറി 26 നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിശ്ചല ദൃശ്യ കലാകാരന്മാർ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ 25 രാജ്യങ്ങളിൽ നിന്നുള്ള യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം കേഡറ്റുകളും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ ആദിവാസി അതിഥികളും പങ്കെടുക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി 26-ന് രാവിലെ 9-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. സായുധസേനാ വിഭാഗങ്ങൾ, പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, കുതിര പോലീസ്, NCC, സ്കൌട്ട്സ് എന്നിവർ അഭിവാദ്യം അർപ്പിക്കും. തുടർന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലകളിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ പതാക ഉയർത്തും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കണം. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകാനുള്ള തീരുമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. സാമൂഹ്യനീതിയുടെ മാർഗ്ഗദീപമായി പ്രവർത്തിച്ച കർപ്പൂരി ഠാക്കൂറിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ കേന്ദ്ര സർക്കാർ എടുത്ത ഈ തീരുമാനം രാജ്യത്തെ ജനങ്ങൾക്ക് അഭിമാനമേകുന്നതായും ശ്രീ മോദി പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വക്താവ് എന്ന നിലയിലും സമത്വത്തിന്റെയും ശാക്തീകരണത്തിന്റെയും പോരാളി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം നാളെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. നാളെ മുതൽ മാർച്ച് 27 വരെയുള്ള കാലയളവിൽ ആകെ 32 ദിവസം സഭ ചേരും. ജനുവരി 29, 30, 31 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ബജറ്റ് അവതരണം ഫെബ്രുവരി 5 നടക്കും. അടുത്ത മാസം 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. DA കുടിശ്ശിക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF അനുകൂല സംഘടനകൾ നടത്തുന്ന പണിമുടക്കിന് സമ്മിശ്ര പ്രതികരണം. ചിലയിടങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരുടെ ഹാജരിൽ കുറവുണ്ടായി. ഭരണപക്ഷ അനുകൂല ജീവനക്കാർ ജോലിക്കെത്തി. അവശ്യ സർവീസുകൾ തടസ്സമില്ലാതെ നടന്നു. സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തിയവരും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. അടിയന്തര സാഹചര്യത്തിലല്ലാത്ത അവധികൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ സർക്കാർ സമരം നേരിടാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക, 6 ഗഡു DA കുടിശ്ശിക, ലീവ് സറണ്ടർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഉത്തരേന്ത്യയിൽ അടുത്ത 5 ദിവസം കൂടി അതിശൈത്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് തുടരും. മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ, അസം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മൂടൽമഞ്ഞ് റെയിൽ, വിമാന ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഡൽഹിയിലേക്കുള്ള 24 ട്രെയിനുകൾ വൈകി ഓടുന്നതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള വിവിധ വിമാന സർവീസുകളെയും മൂടൽമഞ്ഞ് തടസ്സപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഈ മാസം 29 നടക്കും. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾ ലഘൂകരിക്കാനും അവർക്ക് പ്രചോദനം നൽകാനുമാണ് പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിലേക്കായി ഇതുവരെ 2.5 കോടിയിലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യം സെമിഫൈനലിൽ കടന്നു. അർജന്റൈൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെമിഫൈനൽ പ്രവേശം. ഇതോടെ ഇന്ത്യയുടെ അഭിമാന താരമായ രോഹൻ ബൊപ്പണ്ണ പുരുഷ ഡബിൾസിൽ ലോക 1ാം നമ്പർ താരമെന്ന നേട്ടം ഉറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന പുരുഷ ഹോക്കി 2ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഫ്രാൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കും. തിങ്കളാഴ്ച ഫ്രാൻസിനെതിരെ 4-0 എന്ന തകർപ്പൻ ജയത്തോടെയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കൻ പര്യടനം തുടങ്ങിയത്. ഇന്ത്യയുടെ ഓഹരി വിപണി ആദ്യമായി ഹോങ്കോങ്ങിനെ മറികടന്ന് ആഗോളതലത്തിൽ 4ാമത്തെ വലിയ ഓഹരി വിപണിയായി. അമേരിക്ക, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ഓഹരി വിപണികളാണ് ആദ്യ 3 സ്ഥാനങ്ങളിലുള്ളത്. ഇന്ത്യൻ ഓഹരി വിപണികളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരികളുടെ സംയുക്ത മൂല്യം ഹോങ്കോങ്ങിന്റെ $4.29 ട്രില്യൺ പിന്തള്ളി $4.33 ട്രില്യൺ ഇതോടെ ആഗോള നിക്ഷേപകരിൽ നിന്നും കമ്പനികളിൽ നിന്നും പുതിയ മൂലധനം ആകർഷിക്കുന്നതിൽ ചൈനയ്ക്ക് ബദലായി നിലയുറപ്പിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. യമനിലെ ഹൂതി വിമതർക്കെതിരെ സംയുക്ത വ്യോമാക്രമണം നടത്തി അമേരിക്കയും UKയും. ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് വ്യോമാക്രമണം നടത്തിയത്. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്കും നാവിക കപ്പലുകൾക്കുമെതിരെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ നടത്തിവന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് സംയുക്ത ആക്രമണം. വാണിജ്യ മേഖലയുടെ സ്വതന്ത്രമായ പ്രവർത്തനം ഉറപ്പുവരുത്തി ചെങ്കടലിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് US-ഉം UKയും വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭാ കൌൺസിലുകളിൽ അഴിച്ചുപണി ആവശ്യപ്പെട്ട് ടെസ്ല CEO എലോൺ മസ്ക്. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ടും ഇന്ത്യയ്ക്ക് ഐക്യരാഷ്ട്രസഭാ സമിതിയിൽ സ്ഥിരാംഗത്വം ഇല്ല എന്നത് യുക്തിരഹിതമായ കാര്യമാണെന്ന് എലോൺ മസ്ക് ചൂണ്ടിക്കാട്ടി. ആഫ്രിക്കയ്ക്കും രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ലോകത്തെ പ്രതിഫലിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഐക്യരാഷ്ട്രസഭാ കൌൺസിലുകളിൽ വരുത്തണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഹമാര സംവിധാൻ ഹമാര സമ്മാൻ പരിപാടിക്ക് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. രാജ്യത്തെയും സമൂഹത്തെയും മികച്ചതാക്കി മാറ്റുന്നതിൽ ഓരോ പെൺകുട്ടിയും വലിയ പങ്ക് വഹിക്കുന്നതായി ദേശീയ ബാലികാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. 1500 കർഷകർ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കമാകും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യം സെമിഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.